നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം. അതിനെക്കുറിച്ച് BJP കേരളം ഞങ്ങളുടെ നിലപാട് അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തത്, BJP നരേന്ദ്രമോദിജി സർക്കാർ കുട്ടികളുടെ ഒപ്പം ഇല്ല എന്നൊരു പ്രചരണം, യുവാക്കളുടെ ഒപ്പം ഞങ്ങളില്ല, യുവാക്കളുടെ എതിരെയാണ് എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട് ചില ഫോഴ്സസും ചില സെഗ്മെന്റ്സും. അതിന്റെ സത്യം എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങൾ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 3 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. 2014 മുതൽ നരേന്ദ്രമോദിജി യൂത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് ഇന്ന് ഒന്ന് ആവർത്തിക്കാൻ, ഒന്ന് മുമ്പോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്ത്യയിൽ 2014 മുമ്പ് നമ്മുടെ ലേബർ ഫോഴ്സും യൂത്തിലും 80% അൺസ്കിൽഡും 80% നമ്മുടെ ലേബർ ഫോഴ്സും അൺഎഡ്യൂക്കേറ്റഡ് കുട്ടികളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന. അതായിരുന്നു അതിന്റെ ഒരു സ്ഥിതി. 60 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 2/3 നമ്മുടെ ലേബർ ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ എഡ്യൂക്കേഷൻ ഇല്ലാണ്ടെയും സ്കില്ലില്ലാണ്ടെയും ആയിരുന്നു. അതായിരുന്നു അന്നത്തെ സാഹചര്യം, അവസ്ഥ. കഴിഞ്ഞ 10-12 കൊല്ലം നരേന്ദ്രമോദിജി 5 കോടി കുട്ടികൾക്ക് സ്കില്ലിങ്ങും എത്രയോ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്സും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു വലിയ എക്സ്പാൻഷനും, അതിനപ്പുറം ഞാനത് കണക്ക് പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും ഈ ഒരു നറേറ്റീവിനെ ഒളിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. യുവാക്കൾക്ക് വേണ്ടി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇതാണ് ഫാക്ട്, ഇതാണ് സത്യം. ഈ നീറ്റ് എക്സാമിനേഷൻ ലീക്ക് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇതിന്റെ മുമ്പ്, ഇത് ഇപ്പോ നടക്കുന്ന സമയത്തല്ല, ഇത് 2-3 മാസം മുമ്പ് എന്നോട് മാധ്യമ സുഹൃത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു ട്രാജഡി മാത്രമല്ല, ഒരു ക്രൈമാണ്. ആ ഒരു അഭിപ്രായം അന്ന് മുതൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. അത് കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, കുട്ടികളുടെ വിശ്വാസം തകർക്കുന്ന ഒരു ഇഷ്യൂ. അതിൽ അന്വേഷണം വേണം, ഉത്തരവാദിത്വം കണ്ടുപിടിക്കണം, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് അതിൽ അവിടെ വേണ്ട റിഫോംസ് എല്ലാം കൊണ്ടുവരണം. അതാണ് നരേന്ദ്രമോദിജി ചെയ്തത്. റീടെസ്റ്റ് ചെയ്തു, CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഇതെല്ലാം ചെയ്തു. പിന്നെ എക്സാമിനേഷൻ ലീക്ക് ഒരു പുതിയ വിഷയമല്ല. അത് രാജ്യത്തിൽ എല്ലാ സ്റ്റേറ്റിലും എത്ര കൊല്ലമായി നടക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ട് നടന്നു, എന്തുകൊണ്ട് ഇന്നും നടക്കുന്നു എന്ന് നമ്മൾ ചോദിക്കണം, ചർച്ച ചെയ്യണം. അത് കറക്റ്റാണ്. അഴിമതി ഇന്നും നമ്മുടെ സിസ്റ്റമിലുണ്ട്. ഇന്ന് ഈ നീറ്റ് ലീക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ. ആരാണ് ലീക്ക് ചെയ്യുന്നത്? എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആ പ്രൊഫസറാണ് ലീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിൽ ഇന്നും അഴിമതി ഉണ്ട് എന്ന്, അത് സംസ്ഥാനമാണോ രാജ്യമാണോ അതിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായി ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നത് ആരാണ്? നരേന്ദ്രമോദിജി സർക്കാർ 2024
പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 കൊണ്ടുവന്ന ആരാ? നരേന്ദ്രമോദിജി സർക്കാർ. ആ ബില്ല് ഉണ്ടാക്കിയ കമ്മിറ്റി ഓഫ് മിനിസ്റ്ററിന്റെ ഭാഗമായിരുന്നു ഞാൻ. അപ്പോ യുവാക്കളെ സംരക്ഷിക്കാനും യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. കുട്ടികൾക്ക് അവരുടെ സങ്കടവും അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉള്ള അവകാശവും ഈ സർക്കാരും ഞങ്ങളുടെ പാർട്ടി സമ്മതിക്കുന്നു. അത് ആദ്യം മുതൽ പറഞ്ഞതാണ്. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ പേരിൽ ആ പ്രൊട്ടസ്റ്റിന്റെ മുതലെടുത്ത് ചില ഇൻട്രസ്റ്റ്, ചില ഫോഴ്സസ് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. വിഷയം നീറ്റല്ല, നീറ്റ് മാറ്റിവെച്ച് നരേന്ദ്രമോദിജി ഒരു ഡെമോക്രാറ്റിക്കലി എലക്ടഡ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. അപ്പോ കുട്ടികളുടെ പേര്, യുവാക്കളുടെ ഈ ലെജിറ്റിമേറ്റ് ഇഷ്യൂവിന്റെ പേര് അതിന്റെ മുതലെടുത്ത് ചില ഫോഴ്സസ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, വയലൻസ് അവിടെ കൊണ്ടുവരുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, കുട്ടികൾക്കൊരു 100% അവകാശമുണ്ട്. ഇത് ആര് ചെയ്തു, എങ്ങനെ നടന്നു, നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ചോദിക്കാൻ. അത് ചോദിക്കണം, അന്വേഷണം നടക്കണം. ആരാണെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ അവര് ജയിലിൽ അയക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ അവിടെ ഒരു അപകടം നടക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവിടെ എന്തെങ്കിലും ഒരു അപകടം നടത്തി കുട്ടികളെ പരിക്കോ എന്തെങ്കിലും അവിടെ ചെയ്താൽ അതൊരു വലിയ മറ്റൊരു വശത്ത് പോകും, മറ്റൊരു ഡയറക്ഷനിൽ പോകും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ആളാണ്, BJP കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇവിടെ ഇരുന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ അനാർക്കിയും വയലൻസിന്റെ പാട്ടാവരുത്. നിങ്ങൾ ഒരു ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാവണം. നിങ്ങൾ രാഷ്ട്രീയക്കാരോട് പറയണം, പാർലമെന്റിൽ പോയി ചർച്ച ചെയ്യും. പോലീസ് ആക്രമണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ കുറിച്ച് അന്വേഷണം, ആ ആക്രമണത്തെ കുറിച്ച് അന്വേഷണം ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധിക്കും. പക്ഷെ ഈ വയലൻസിന്റെ ഭാഗമാവാൻ പാടില്ല, അനാർക്കിന്റെ ഭാഗമാവാൻ പാടില്ല എന്ന് എന്റെ ഒരു അഭ്യർത്ഥന. പിന്നെ അവസാനം കുട്ടികളോട്, യൂത്തിനോട് ഞാൻ പറയാം, വരാൻ പോകുന്ന കാലത്തിൽ ഈ AI-യും വരുന്ന പുതിയ ടെക്നോളജി വഴി നമ്മുടെ ലേബർ ഫോഴ്സിലും തൊഴിലവസരങ്ങളും വലിയ ഡിസ്റപ്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇന്ന് ചാലഞ്ച് ഉണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും അതിനേക്കാൾ കൂടുതൽ ചാലഞ്ച് ആയിരിക്കും. തൊഴിലവസരങ്ങളിൽ വലിയ മാറ്റം വരും. സ്കില്ലിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾ വലിയ മാറ്റം വരും. ഇതെല്ലാം ഇതിനെ പരിഹരിക്കാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് പിന്തുണ തരാൻ ഒറ്റ ഗവൺമെന്റ് ആയിരിക്കും നരേന്ദ്രമോദിജി സർക്കാർ. കഴിഞ്ഞ 12 കൊല്ലം അവർ അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ. ഇനിയും അത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് ആ പോയിന്റ് അവിടെ നിർത്തുന്നു.